അധ്യായമാണ് സൂറത്തുർ റഹ്മാൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന കാലഘട്ടത്തിൽ അവതരിച്ചിട്ടുള്ള ഒരധ്യായമാണ് സൂറത്ത് റഹ്മാൻ. 55-ാമത്തെ അധ്യായമാണ്. പരമകാരുണികൻ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങൾ തന്നെ എത്ര ഗൗരവമുള്ളതാണ്. ഖുർആനിന്റെ പ്രാസവും താളവും ഭംഗിയും ലോകത്തത്ഭുതമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ അൽ ഹാഖ മൽ ഹാഖ. വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതകരമായ സംഗതിയാണ്. ഖുർആനിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കാത്തത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാഹുവിന്റെ ചോദ്യം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താ ഖുർആനിനെ പറ്റി ആലോചിക്കാത്തത്? എന്തെല്ലാം കാര്യങ്ങൾ അവർ ആലോചിക്കുന്നു, എന്തെല്ലാം വിഷയങ്ങൾ അവർ ആലോചിക്കുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ. ഞാൻ മെനയാന്ന് എൻ്റെ ഒരു സുഹൃത്തുമായി ഇരിക്കുമ്പോൾ, അയാളൊരു റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്ന ആളാണ്. എന്തിനാ അത് പറയുന്നത്? അത് പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെയുള്ളതൊക്കെ എന്തിനാ പറയുന്നത്? അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പം ബാംഗ്ലൂരിൽ പോകണം, അവിടുന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യണം, അത് ചീപ്പ് റേറ്റിന് കിട്ടണം, കച്ചവടം ചെയ്യണം. അപ്പൊ എവിടെ ചെന്നാൽ അത് ലാഭകരമായി കിട്ടും, ആകർഷണത്വമുള്ള അട്രാക്ഷനുള്ള പുതിയ രീതികളനുസരിച്ചുള്ള ആധുനിക തലമുറയുടെ യുവതയുടെ മനോഭാവം അനുസരിച്ചുള്ളത് എവിടുന്ന് കിട്ടും? അഗാധമായി ചിന്തയാണ്, ആലോചനയാണ്, കൂട്ടുകാരുമായി ചർച്ചയാണ്. എന്തിനാ ദുനിയാവിൽ ഒരു പിടി തിന്നാൻ അല്ലേ, ഒരു കൂട്ടം ഡ്രസ്സ് ധരിക്കാൻ, മക്കൾക്ക് വിദ്യാഭ്യസിപ്പിക്കാൻ, പഠിപ്പിക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, ദുനിയാവിലെ താൽക്കാലികമായ കാര്യങ്ങൾക്ക് മനുഷ്യൻ അഗാധമായി ചിന്തിക്കുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താ അവരുടെ ബിസിനസിനെ കുറിച്ച് അവർ പറയുന്നു, 4 നില കെട്ടിടത്തെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു. ആധുനികതയുടെ മോഹമനുസരിച്ച്, ഉപഭോഗപരതയനുസരിച്ച് ദുനിയാവിന്റെ അലങ്കാരങ്ങളെ കുറിച്ചും ദുനിയാവിൽ റോഡരികിലെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളെ കുറിച്ചുമൊക്കെ അവർ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്നു. എഞ്ചിനീയർമാരെ വിളിക്കുന്നു, പ്ലാൻ വരയ്ക്കുന്നു, ആവശ്യമായ സെലക്ഷന് വേണ്ടി പഞ്ചായത്തുകളിലും അതുപോലെയുള്ള ഓഫീസുകളിലും അവർ കയറിയിറങ്ങുന്നു അല്ലേ. എല്ലാ ആളുകളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു രാജാവിനെയോ ആ രാജാവിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു നാടൻ മനുഷ്യനെയും ഒരേ ബെഡിലിരുത്തി അല്ലെ ഒരേ ഡൈനിങ് ടേബിളിലിരുത്തി ഭക്ഷണം കഴിച്ചാൽ ഒരുപക്ഷെ രാജാവിന്റെ ഭക്ഷണം വളരെ കുറച്ചായിരിക്കും. മറ്റോന് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് രാജാവിന് എപ്പോഴും കിട്ടി മടുത്തു, കൊളസ്ട്രോളും പ്രമേയം എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു ചപ്പാത്തി, മറ്റോ നല്ലോണം തിന്നു അല്ലേ. കോടികൾ സമ്പാദിച്ച രാജാവിന് ഒരു ചപ്പാത്തിയെ തിന്നാൻ പറ്റുള്ളൂ. വൈകുന്നേരം വരെ പണിയെടുത്ത് 100 റുപ്യ കിട്ടിയവന് 250 റുപ്യന്റെ തീറ്റി. മനുഷ്യനെ കണ്ടാ തോന്നുന്നത് എന്താ? മനുഷ്യന്റെ ഇന്നത്തെ ജീവിത രീതി കണ്ടാ വിചാരിക്കും അവരിങ്ങനെ തിന്ന് കുടിച്ച്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആ കാര്യം. യഅ്കുലൂന കമാ തഅ്കുലുൽ അൻആം, യഅ്കുലൂന കമാ തഅ്കുലുൽ അൻആം, നാൽക്കാലികൾ തിന്നുന്ന പോലെ തിന്ന്, നാൽക്കാലികൾ കുടിക്കുന്ന പോലെ കുടിച്ച്, അങ്ങനെ രമിച്ച് ജീവിച്ചു പോകുന്നു. അതൊരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ചിന്തിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താ ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തത്? എന്താ അവർ ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തത്? വിശുദ്ധ ഖുർആന്റെ ചോദ്യം അറിയാലോ. 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദ് 23 വചനം. എന്താ അവിടെ ചോദ്യം? അള്ളാന്റെ ചോദ്യം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? പൂട്ടിട്ട് വെച്ച സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ ഒരു സാധനം വെക്കാൻ പറ്റില്ല, അങ്ങോട്ട് കടത്തി വെക്കാൻ പറ്റില്ല, അതിനുള്ളിലുള്ള ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് സീല് വെക്കപ്പെട്ട അവസ്ഥ എന്ന് പറയും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങൾ മൂടിയിട്ട് വെച്ചിരിക്കുകയാണോ, പൂട്ടി വെച്ചിരിക്കുകയാണോ
എന്താ അവരുടെ ഹൃദയം ഒന്ന് തുറന്നാൽ? അങ്ങനെ തുറന്ന് എന്താ അവർക്ക് കാര്യങ്ങൾ ചിന്തിച്ചാൽ ഖുർആനിന്റെ ചോദ്യമാണ്. 78 സ്ഥലത്ത്, വിശുദ്ധ ഖുർആനിൽ 78 സ്ഥലത്ത് അവർ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കും. 19 സ്ഥലത്ത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ഉലൈക ഉലുൽ അൽബാബ് എന്ന് അല്ലാഹു പറയും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ഒരുപാട് കാര്യങ്ങൾ. ഒരു വിശ്വാസി, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പൊ സാധാരണ ഒരു മുസ്ലിമിനെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും വലിയ ജീനസ് ആയിട്ടുള്ള ഒരു പൊട്ടിക്കണ്ണന്മാരും ഇവരില്ലാത്തവര് അല്ലേ, മാപ്പിളാരും OBC. ലോകത്തൊരു മുസ്ലിമിന്റെ ചിന്ത ലോകത്തൊരു മനുഷ്യനുണ്ടാവില്ല. ഒരു മുസ്ലിമിനെ പോലെ വിജ്ഞാനവും ലോകത്തൊരാൾക്കുണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ മുസ്ലിമീങ്ങൾ എന്ന ചോദ്യം വല്ലാതെ നമ്മെ പിടിച്ചു കുലുക്കുന്നതാണ്. വിസ്റ്റിൻ ചർച്ചിൽ ഒരിക്കൽ പറഞ്ഞു, മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങി വെച്ചതിനെ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ. ഞങ്ങളായിട്ട് തുടങ്ങി വെച്ചിട്ടില്ല, അവരായിട്ട് തുടങ്ങി വെച്ചതാ. ഇന്നോ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട് ഗോർഡൻ ചൈൽഡിന്. അതിൽ അദ്ദേഹം ഭൗതികവാദിയായിരുന്നു, ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ഇസ്ലാമിനെ പറ്റി പറയുന്ന ചില ഭാഗങ്ങളുണ്ട്, അത് വായിക്കേണ്ടതാണ് കേട്ടോ. അപ്പോ അവിടെ ഗിബ്ബന്റെ ഒക്കെ പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ചർച്ച ചെയ്തിട്ട് ഈ അടുത്ത കാലത്ത് ഖലീഫ ഉമറിനെ പറ്റി ഒരു പരാമർശം നടത്തിയല്ലോ. ഒരു വിദ്വാൻ, പാവം, വിവരമില്ലാത്ത, ചരിത്രമറിയാത്ത, എന്നാൽ നമ്മളെയൊക്കെ നയിക്കാൻ ഗതികേട് കൊണ്ട് വിധിക്കപ്പെട്ടു പോയ ചില നേതാക്കന്മാർ, അവർക്ക് ചരിത്രം അറിയില്ല, കാലവും അറിയില്ല, ലോകം അറിയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇസ്ലാമിനോട് കൂറുപുലർത്തിയ ആളായിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല, ഒരു ചരിത്രകാരൻ. അദ്ദേഹം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വളരെ ഗൗരവമായി പറയുന്നുണ്ട്, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഗ്രന്ഥാലയം തീയിട്ട് ചുട്ടുകരിച്ചു എന്ന് പറയുന്ന ചരിത്രത്തിലൊരു സംഭവം ഉണ്ടല്ലോ. അത് അദ്ദേഹം പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറാണ്, ചരിത്രപരമായ ബ്ലണ്ടർ ആകുന്നു അത് എന്ന് അദ്ദേഹം തീർത്തു പറയുകയും ചരിത്രത്തിൽ ഒരുപാട് ഉദ്ധരണികൾ, ഒരു മിമ്പറിന്റെ പരിമിതി ഓർത്തുകൊണ്ടാൻ പറയും. പക്ഷേ മിമ്പറിൽ വെച്ചാണ് മുസ്ലിം സമൂഹത്തെ എല്ലാം പഠിപ്പിക്കേണ്ടത് എന്ന വിനീതമായ അഭിപ്രായം എനിക്കുള്ളത്. ഈ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാൻ ആവശ്യമായ സമസ്ത നോളജുകളും മാർക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളിക്ക് പോലും വില വർദ്ധിച്ചിട്ടുണ്ട്. അതുവരെ ചരിത്രത്തിൽ നമുക്ക് അതിന് തെളിവുണ്ട്. അതുവരെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിന്റെ ഇസ്ലാമിക വിധി പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. നമ്മളെ കുറിച്ച് ഒരിക്കലും ചെറുതായി കാണരുത്. നമ്മളെ കുറിച്ച് ഒരിക്കലും മറക്കരുത്. കുൻതും ഖൈറവും, ഒരു ഉത്തമ സമുദായമാണ് നമ്മൾ. ആ ഉത്തമ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത പച്ച പിടിച്ചു നിൽക്കണം, ഹരിതാപമായ ചിന്തയായിരിക്കണം അവർക്കുണ്ടായിരിക്കേണ്ടത്. അപ്പോ ആ കോൺസ്റ്റാന്റിനോപ്പിൾ, അതുപോലെ ചരിത്രത്തിന്റെ ഭാഗമായി പല അലക്സാണ്ട്രിയ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന യൂറോപ്പിന്റെ പടിവാതിൽക്കൽ എന്ന് പറയുന്ന നല്ലൊരു ഗ്രന്ഥമുണ്ട്, വായിക്കാൻ പറ്റുന്നവർ വായിക്കും. ഇസ്ലാമിക സമൂഹം എത്തിപ്പെട്ട മേഖലകൾ, ഇന്നലകളുടെ ചരിത്രത്തിൽ വായനക്കും വിദ്യാഭ്യാസത്തിനും അവർ നൽകിയ സ്ഥാനങ്ങൾ എല്ലാം നമുക്കത് ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു സംവാദം എന്നുള്ള നിലക്കൊക്കെ പറയുകയാണെങ്കിൽ ആർക്കും അതിജയിക്കാനാവാത്ത വിജ്ഞാനത്തിന്റെ ഇന്നലകളുടെ ഒരു ചരിത്രമുണ്ട് ഇസ്ലാമിന്. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അത് വലിയ വലിയ ആളുകളും അല്ലാത്തവരും എല്ലാവരും ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും വിദ്യാർത്ഥികളാണ് എന്നും. അതായത് ലോകം ഓരോ സെക്കൻഡിലും, അതായത് നമ്മളുണ്ടല്ലോ ഓരോ സെക്കൻഡിലും, ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഭൂമി സഞ്ചരിക്കുമ്പോൾ 30,000 നോളജുകളാണ് ഭൂമുഖത്ത് പുതിയതായി മനുഷ്യർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്ത്, അഭൂതപൂർവമായ വൈജ്ഞാനിക സ്ഫോടനം നടന്ന ഒരു ലോകത്ത് ഒന്നും അറിയാത്തവരായി 8ാം ക്ലാസ്സും പഠിച്ച് 18ാമത്തെ വയസ്സിൽ ലൈസൻസും എടുത്ത് ഇവിടെ നിന്ന് അങ്ങ് ദുബായിൽ ചെന്നാൽ അങ്ങ് ഉണ്ടാക്കി കളയാം എന്ന് മനുഷ്യന്റെ ഒരു മോഹം ഉണ്ടല്ലോ. ഞങ്ങളുടെ വാപ്പയൊക്കെ ഗൾഫിലാണ്, അമ്മാവൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ ഇന്ന ആള് ഗൾഫിലാണ്, ഒരു വിസ കിട്ടിയ എല്ലാമായി. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരുപക്ഷെ ദുനിയാവുണ്ടായേക്കാം. പക്ഷെ വിജ്ഞാനം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു സമ്പാദ്യമല്ലേ? ആ സമ്പാദ്യം ലോകത്തിന് പകർന്നു കൊടുക്കേണ്ട ഒരു തലമുറ ഒരു കാര്യത്തെപ്പറ്റി ഒരു പിടിപാടില്ലാതെ, ആഴമേറിയ ചിന്തകളില്ലാതെ ഒരു തലമുറയായി വളർന്നാൽ അപകടം വരും നൂറ്റാണ്ടിൽ. അപ്പൊ ആളുകൾ, നിങ്ങൾ നോക്ക്, പാഠപുസ്തകത്തിലെ വലിയൊരു വിവാദം ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മതമില്ലാത്ത ജീവൻ, ശരിക്കും മതമില്ലാത്ത ജീവൻ എന്താ അറിയോ? മഹാഭാരത യുദ്ധത്തിൽ ഈ ശിഖണ്ഡീനെ വെച്ചിട്ടൊരു യുദ്ധതന്ത്രമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പല ആളുകളും. അത് മുന്നിൽ ഇങ്ങനെ വെച്ചു. സത്യത്തിൽ മതമില്ലാത്ത ജീവനിൽ ഒരു അപകടവും വല്ലാണ്ടില്ല, അതിനപ്പുറത്തുപ്പുറത്തുള്ളതിലാണ് വലിയ അപകടം. പക്ഷെ അത് മനുഷ്യർ മനസ്സിലാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ മഹാഭാരത യുദ്ധത്തിലെ തന്ത്രം പോലെ ആ തന്ത്രം വല്ലാത്തൊരു തന്ത്രമായിരുന്നു. നമ്മൾ ആ തന്ത്രത്തിന്റെ ഭാഗമായി യുദ്ധങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, അല്ലാതെ